ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് പോളകൾ ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു പോള ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിടിലൻ പോളയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. സേമിയ അതുപോലെ തന്നെ ക്യാരറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പോളയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. ഞാനിതാ സേമിയ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ടൈപ്പ് വെർമിസെല്ലി അഥവാ സേമിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാക്കറ്റ് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 150 ഗ്രാം സേമിയ ഉണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. തീരെ നൈസായിട്ടുള്ള ഈ ഒരു ടൈപ്പാണ് നല്ലത്. അപ്പോൾ ഞാനിത് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു സേമിയ നമുക്ക് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ആദ്യം റോസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു നെയ്യിൽ തന്നെ നമുക്ക് സേമിയയും കൂടി വറുത്തെടുത്ത് വെക്കാം. അപ്പോൾ സേമിയ ഇട്ടിട്ട് കളർ മാറി വരുന്നത് വരെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. സേമിയ ഞാനിതാ വറുത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന സേമിയ ആയിരുന്നു പാക്കറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും കൂടി ഇതുപോലെ വറുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ക്യാരറ്റാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് കുറച്ചും കൂടി വലിയൊരു ഹോൾസിലൂടെയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഇതിലും ചെറുതാക്കി നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ സേമിയവും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് 2-3 മിനിറ്റ് ഈ ഒരു നെയ്യിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ ആദ്യം ചെറുതായിട്ട് നെയ്യിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഈ ഒരു ക്യാരറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് സമയം ഈ ഒരു ക്യാരറ്റിൻ്റെ കളർ ചേഞ്ച് ആകുന്നത് വരെ ഒരു 2-3 മിനിറ്റ് മതിയാകും. ഇങ്ങനെ റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുത്താൽ മതി. ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്കുള്ള മുട്ട എടുക്കാം. വലിയൊരു 3 മുട്ടയാണ് ഞാൻ എടുത്തത്. ചെറിയ മുട്ടയാണെങ്കിൽ 4 മുട്ട വേണം. അപ്പോൾ 3 മുട്ടയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കായുടെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമുക്കിതിന് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും സേമിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റിൻ്റെയും സേമിയത്തിൻ്റെയും ചൂടൊക്കെ പോയിട്ട് വേണം ഈ ഒരു മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ക്യാരറ്റും സേമിയൊക്കെ ചേർത്തിട്ട് നല്ലോണം തന്നെ നമുക്കിത് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം. ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റായിട്ടല്ല സോസ് പാന് അടുപ്പത്ത് വെക്കുന്നത്. ഞാനിപ്പോൾ അടിയിലൊരു പഴയൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണിപ്പോൾ ഈ ഒരു പോള വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഇതുപോലെ എല്ലായിടത്തും ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇത് വെന്ത് കിട്ടാൻ 20 മിനിറ്റ് നമുക്ക് എടുക്കും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമ്മളിത് ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഒരു പോള വെന്ത് കിട്ടും. അപ്പോൾ അടച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് ആയപ്പോഴാണ് ഈ ഒരു പോള എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂട് പോയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. അങ്ങനെ നമ്മുടെ കിടിലൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോള നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ ഒരു പോള കഴിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് നോക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അടിയൊക്കെ നല്ല കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും വിട്ടുപോകരുത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. അപ്പോൾ താങ്ക് യു.